നമസ്കാരം. അന്താരാഷ്ട്ര വനിതാ സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ സംഗീത കെ പ്രതാപിൻ്റെ നേതൃത്വത്തിൽ ഉയരെ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം റൂസ ആൻഡ് സിറ്റിക് ആൻഡ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഒരുമിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഉയരയുടെ ഭാഗമായിട്ട് ഇവിടെ ഏതാനും വനിതാ സംരംഭകർ എത്തിയിട്ടുണ്ട്. അവരുടെ വിപണനശാലയും അതേപോലെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമുമായിട്ട് നമ്മൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഉയരയുടെ ഭാഗമായിട്ട് നമുക്ക് അടുത്ത ഒരു വനിതാ സംരംഭകയെ പരിചയപ്പെടാം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സിൽവി ടോം, മില്ലറ്റ് മാർവൽസ് എന്ന സംരംഭത്തിൻ്റെ സ്ഥാപകയാണ്. അപ്പം നമുക്ക് മില്ലറ്റ് മാർവൽസിൻ്റെ കഥയും സിൽവി മാമിൻ്റെ കഥയും നമുക്ക് ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാം. മാം നമസ്കാരം. എന്താണ് മില്ലറ്റ് മാർവൽസിൻ്റെ കഥ? എന്താണ് അവിടെ വരെ എങ്ങനെയാണ് എത്തിയത്? മില്ലറ്റ് ശരിക്കും ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അത് നമ്മുടെ ഹെൽത്തി ആണ് മില്ലറ്റുകൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു പരിധി വരെ ഈ മില്ലറ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ മില്ലറ്റുകൾ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. ഇതൊക്കെ മില്ലറ്റുകളെ കുറിച്ച് 1-2 വർഷം മുമ്പേ അറിയാമായിരുന്നു. പിന്നെ 2023 ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ആയപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരങ്ങളൊക്കെ വന്നു. അപ്പോൾ ഒരു ട്രെയിനിങ്, അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഇതൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ മില്ലറ്റുകളെ കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ഇങ്ങനെ വരുന്നതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മില്ലറ്റുകളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ ആരോഗ്യം മുന്നോട്ടുള്ള നമ്മളുടെ ജീവിതത്തിന് താങ്ങായിട്ട് വരേണ്ടത്. അപ്പം ഈ മില്ലറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി പ്രയോജനം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന്റെ ഇതിലാണ് ഈ മില്ലറ്റ് മാർവൽസ് എന്നൊരു സംരംഭം തുടങ്ങാൻ കാരണമായത്. അപ്പം മില്ലറ്റ് മാർവൽസ് തുടങ്ങുന്ന സമയത്ത് എത്ര നാളായി സംരംഭം തുടങ്ങിയിട്ട്? എത്ര നാളായി? ഒരു 3-4 മാസങ്ങളായിട്ടുള്ളൂ. മില്ലറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷം മുമ്പ് തന്നെ മില്ലറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഇത് പല മില്ലറ്റുകൾ നമുക്ക് റാഗിയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നുണ്ട്. അപ്പൊ അന്ന് അറിയാം. പിന്നെ കുറച്ച് ആയി കഴിയുമ്പോൾ നമ്മളൊന്നും അതധികം ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ തിന, ചാമ, ഈ മില്ലറ്റുകളൊക്കെ പരിചയപ്പെട്ടിരുന്നു. ഞങ്ങൾക്കൊരു ഓർഗാനിക് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ മില്ലറ്റുകളൊക്കെ വന്നപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. 2020 ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഗുണം മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ ഈ 2023 ഇന്റർനാഷണൽ ഇയർ ആയപ്പോൾ ഒട്ടേറെ ഇങ്ങനെ ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും വന്നു. അപ്പൊ നല്ലൊരു ബോധ്യം മില്ലറ്റുകൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ്. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അവരോടൊക്കെ ഇത് പറയുമ്പോൾ അവരും ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി. അപ്പൊ ഈ മില്ലറ്റ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ ഞങ്ങൾ പലതും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കി. അപ്പം അതൊക്കെ നല്ലതായിട്ട് വന്നു. അപ്പം മില്ലറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. പക്ഷെ അത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല രീതിയിൽ പ്രോസസ് ചെയ്തെടുത്ത മില്ലറ്റുകളാണ്. അതായത് ഈ അൺപോളിഷ്ഡ് മില്ലറ്റ് ഉണ്ട്, പോളിഷ്ഡ് ഉണ്ട്, സെമി പോളിഷ്ഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ഹെൽത്തിന് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ അൺപോളിഷ്ഡ് മില്ലറ്റുകൾ ഉപയോഗിക്കണം. അത് പിന്നെ ഈ ഉപയോഗിക്കുന്നതാണെങ്കിലും മില്ലറ്റുകൾ നമ്മൾ പലരും കുക്കറിൽ, നമുക്കറിയാം നമ്മൾ ആർക്കും സമയമില്ല, അതുകൊണ്ട് വേഗം കുക്കറിൽ ആണ് എല്ലാവരും കുക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നമ്മുടെ ഹെൽത്തിന് ആവശ്യമായ കാര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പം അത് നന്നായിട്ട് കുതിർത്തിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ആണ് തുടങ്ങിയത്. ഓക്കെ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള വനിതാ സംരംഭകർ എപ്പോഴും അവരുടെ ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾ, അവർ വീട്ടിൽ കാണുന്ന ഒരു എന്തെങ്കിലും അയ്യോ ഇങ്ങനെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെ ഓരോന്നും ചുറ്റും കാണുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് സംരംഭം ഉണ്ടാക്കുന്നത്. അത് തന്നെയായിരുന്നില്ലേ മാമിന്റെ ജീവിതത്തിലെ കഥയും? അങ്ങനെ തന്നെയല്ലേ? അതായത് ഈ പറയുന്ന പോലെ വീടുകളിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ കാണുന്നതും നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഒക്കെ ഉള്ള അവർ പറയുന്നതിൽ നിന്ന് തന്നെയല്ലേ മില്ലറ്റ് മാർവൽസിന്റെ ഒരു തുടക്കവും വരുന്നത്? അതെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒത്തിരി സംഘടനകളുണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും വേണമെന്ന്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാരില്ലേലും 1-2 ആൾക്കാർ, അല്ല 2-3 ഉണ്ടെങ്കിലും നമ്മൾ നല്ലൊരു ആശയം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്
മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ആവശ്യമില്ല. അപ്പം ഈ മില്ലറ്റിന്റെ കാര്യത്തില് കാരണം എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവരും അത് ഏറ്റവും നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് അതിനെ സപ്പോർട്ടായിട്ട് നിന്നു. അപ്പൊ ഞങ്ങൾ ശരിക്കും ചെയ്തത് എന്താണെന്ന് വെച്ചാല് മില്ലറ്റുകൾ എന്താണെന്ന് വെച്ചാല് 9 ഇനം ശരിക്കും ഇത് 100-100-ലധികം മില്ലറ്റുകളുണ്ട്. പക്ഷെ ഇപ്പൊ ഇതില് ഒരു 9 ഇനമാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ശരിക്കും ചെയ്തത് എന്താ വെച്ചാല് ഞങ്ങളുടെ വീടോട് ചേർന്ന് ഒരു സ്ഥലത്ത് കുറച്ച് കൃഷി ചെയ്തു. അപ്പൊ എന്റെ ഈ ചെറുധാന്യങ്ങൾ അത് വളർന്നു വരുമ്പോ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് കൊള്ളാലോ. അങ്ങനെ കൃഷി ചെയ്തു. അപ്പം കൃഷി ചെയ്തപ്പോ എന്താ വെച്ചാൽ ഞങ്ങൾ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ സ്ഥലമൊക്കെ ഒരുക്കി വെച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ വിത്ത് പാകി അന്ന് ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരു മില്ലറ്റ് കഞ്ഞി അല്ലെങ്കിൽ മില്ലറ്റ് കുക്കീസ് ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി. ആ ദിവസം തന്നെ ഞങ്ങൾ കുട്ടികളെ ഞങ്ങളുടെ മക്കളെ സുഹൃത്തുക്കളെ മക്കളെ എല്ലാം കൂട്ടി അവരെ ഈ കൃഷിയിലേക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഏക്കറുകളൊന്നും അല്ല ചെറിയ സ്ഥലങ്ങൾ ചെയ്തു. ഇന്നും അത് പ്രവർത്തിക്കുന്നുണ്ട് ആ കൃഷി. ഉണ്ട്. അതായിരിക്കില്ലല്ലോ നമുക്ക് കൂടുതൽ വേണ്ടേ, മെറ്റീരിയൽസ് കൂടുതൽ വേണ്ടേ, ഇത് മാത്രമല്ലല്ലോ. അപ്പൊ ഇത് അതുപോലെ തന്നെ ഞങ്ങള് ഈ മില്ലറ്റ് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഞങ്ങൾ ഉപയോഗിച്ചു, അതിന് കുട്ടികൾ ഇത് ഉപയോഗിക്കണം. അപ്പൊ ആ ഒരു തോന്നൽ വന്നപ്പോഴാണ് ഈ മില്ലറ്റ് കുക്കീസ്. അപ്പൊ ഞങ്ങള് റാഗി മേജർ മില്ലറ്റ് എന്ന് പറയുന്നത് റാഗി ഉണ്ട്, ജോവർ, മണിച്ചോളം, പേൾ മില്ലറ്റ് എന്ന് പറഞ്ഞ കമ്പ്. അപ്പം ഈ 3 എണ്ണത്തിന് ഞങ്ങൾ കുക്കീസ് ഉണ്ടാക്കി. ഞങ്ങൾ കുക്കീസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഞങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കളെ അവരെ എടുത്താണ് ആദ്യം കൊടുക്കുന്നത്. അവര് ശരിക്കും അത് വളരെ ടേസ്റ്റിയാണെന്ന് അവര് പറയും. അപ്പൊ തന്നെ ഞങ്ങൾ കോൺഫിഡന്റ് ആവും, നന്നാവും. പിന്നെ ഞങ്ങളുടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങള് ഇതിനകത്ത് ഓർഗാനിക് മില്ലറ്റ്സ്, അതായത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല രീതിയിൽ ഇതിനൊരു പ്രോസസ്സിംഗ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവരുടെ അടുത്ത് നമുക്ക് ബോധ്യപ്പെട്ട് ഉള്ളവരുടെ അടുത്ത് നമ്മൾ ഈ റോ മെറ്റീരിയൽസ് എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഷുഗർ, അത് നമ്മൾ കെമിക്കൽ ചേർന്ന ഷുഗർ ഉപയോഗിക്കില്ല, ബ്രൗൺ ഷുഗർ തന്നെ. അത് സ്വല്പം വില കൂടുതലാണ്, എന്നിരുന്നാലും ഞങ്ങൾ അത് ഉപയോഗിച്ച് മാത്രമേ ഉണ്ടാവും. അതായത് ബട്ടർ ഏറ്റവും അപ്പം ഹെൽത്തി ആയിട്ടുള്ള. അപ്പൊ ഇതൊരു 2-3 കുക്കീസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് 4 മണിക്ക് അത് മതി, വേറെ ഒന്നും ഭക്ഷണം ആവശ്യമില്ല. അപ്പം ഏത് ഇതുണ്ടാക്കുമ്പോഴും അത് ഞങ്ങൾ ആദ്യം ഇവരുടെ അടുത്താണ് കൊടുക്കുന്നത്. അപ്പൊ അവരത് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ മില്ലറ്റ് മാർവലും അതേപോലെ വേറെ സംരംഭങ്ങൾ, വനിതാ സംരംഭം സ്പെഷ്യലി ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെ കുട്ടികൾക്കും അവരുടെ വീട്ടിലെ മുതിർന്നവർക്കും വീട്ടുകാർക്കും പിന്നെ അവനവനും ഒക്കെ കൊടുക്കാൻ പാകത്തിന് അത്രയും ഗുണങ്ങളും ആ ഒരു കരുതലോടുകൂടിയും സ്നേഹത്തോടു കൂടി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അപ്പം അതിൻ്റെതായ ഗുണം ഉപഭോക്താവിനും ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ബാക്കി കടകളിൽ ബ്രാൻഡഡ് ഐറ്റംസിൽ കുറച്ച് പ്രിസർവേറ്റീവ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ കെമിക്കൽസ് നമ്മൾ പോലും അറിയാത്ത പലതും നമ്മൾ കഴിക്കുന്നുണ്ടാവും. ഇതൊന്നും ഇല്ലാതെ ശരിക്കും നമ്മളുടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന അതേ സ്നേഹത്തോടു കൂടി തന്നെയല്ലേ ഇപ്പം മില്ലറ്റ് മാർവൽസിന്റെ അടുക്കളയിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വരും. തീർച്ചയായും. അതെ. അപ്പൊ അത് എങ്ങനെയാണ് ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ഇന്നും നാളെ മറ്റന്നാളും അതേ ക്വാളിറ്റിയും അതേ ആ ഒരു കരുതലും എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്, എങ്ങനെയാണ് അങ്ങനെ തന്നെ വരുന്നത്? അത് നമ്മൾ എന്താ വെച്ചാല് അന്നം എന്ന് പറഞ്ഞൊരു ഔഷധമാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് കഴിക്കുന്നവരുടെ ആരോഗ്യത്തിന് ഗുണം ഉണ്ടാകണം. അല്ലാതെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് അവർക്ക് എന്തെങ്കിലും രോഗാവസ്ഥയിലേക്ക് അവർ പോവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ആ ഒരു ചിന്തയിലും കാഴ്ചപ്പാടും ഉള്ളവർക്ക് തെറ്റായിട്ടൊരു കാര്യം ചെയ്യത്തില്ല. ഇത് നമ്മൾ ചുറ്റിനും നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി മായം കലർന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു നല്ല ബോധ്യത്തിൽ വന്നവർക്ക് ഒരിക്കലും അപ്പൊ ഞങ്ങളിപ്പം ചെയ്യുമ്പം തുടക്കത്തിൽ അങ്ങനെ വളരെ വലിയ ബിസിനസ് അങ്ങനെയൊന്നും അല്ല. എന്നിരുന്നാലും ഞങ്ങൾ കുറച്ചേ ചെയ്യുന്നുള്ളെങ്കിലും അതിനകത്ത് ഒരു ബിസിനസ് മൈൻഡ് ഇല്ലാണ്ട് അത് നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു കുക്കി അല്ലെ 2 കുക്കീസാ കഴിക്കുന്നുണ്ടെങ്കിൽ ആ കഴിച്ചുകൊണ്ട് ആ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും എല്ലാം ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. മില്ലറ്റ് മാർവൽസിന് എന്തൊക്കെ പ്രോഡക്ട്സ് ആണുള്ളത്? മില്ലറ്റ് മാർവൽസിന് ഞങ്ങള് കുക്കീസ് ഉണ്ട്, മില്ലറ്റ് കുക്കീസ്, അതുപോലെ തന്നെ ബ്രൗണി വെരി ടേസ്റ്റിയാണ്. പിന്നെ കേക്ക് ഉണ്ട്, ലഡു ഉണ്ട്, പിന്നെ മില്ലറ്റ് കഞ്ഞി. നമ്മൾ വിചാരിക്കും കഞ്ഞി എന്ന് പറയുമ്പം മുതിർന്നവരൊക്കെയാണ്, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്ന കഞ്ഞി ഞങ്ങളുടെ മക്കളും ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളും എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നുണ്ട്.
പിന്നെ ഫ്രൈഡ് റൈസ്. അതുകൊണ്ട് നമ്മൾ അറിയത്തില്ലാത്തതുകൊണ്ട് ഇത് ശരിക്കും കഞ്ഞിയായിട്ടും ഫ്രൈഡ് റൈസ് ആയിട്ടും ഒക്കെ മില്ലറ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതും എല്ലാവരും നല്ല ഇഷ്ടം സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മില്ലറ്റ് മാർവലിന്റെ കസ്റ്റമറിനെ എങ്ങനെയാണ് നിങ്ങൾ റീച്ച് ചെയ്യുന്നത്? ഞങ്ങളുടെ അടുത്ത് വരുന്നവരെ ഞങ്ങൾ മില്ലറ്റ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ കൃഷി ചെയ്ത് തന്നെ നമുക്ക് ആദ്യം ഇത് തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പൊ ഇത് മേജർ മില്ലറ്റ് ഉണ്ട്, മൈനർ മില്ലറ്റ് ഉണ്ട്, അങ്ങനെ ഒരു കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമുക്കിത് സംഭവം അറിയത്തില്ല. നമുക്കറിയാവുന്ന റാഗി മാത്രമേ അറിയുള്ളൂ, പിന്നെ തിന നമുക്കറിയാം. അപ്പം ഈ സംഭവം നമ്മൾ കൃഷി ചെയ്തപ്പോൾ തന്നെ ഇതെങ്ങനെയാ വരുന്നത്, എങ്ങനെയാണ് ഇതിനുണ്ടാകുന്നത്, പിന്നെ ഇത് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കത് ഉണ്ടായി വിളഞ്ഞു വന്നു കഴിയുമ്പോൾ അറിയാം. ഇപ്പം മേജർ മില്ലറ്റിനൊക്കെ ചെറിയ പ്രോസസ്സിങ് മതി. മറ്റു മില്ലറ്റുകൾക്ക് അപ്പോൾ ബാണിയാട്, അതുപോലെ തന്നെ കോഡോ മില്ലറ്റ്, പ്രോസോ മില്ലറ്റ്, ബ്രൗൺ ടോപ്പ്, ഇതിനൊക്കെ എന്ന് വെച്ചാൽ പ്രോസസ്സിങ് രീതി വേറെ വ്യത്യാസമുണ്ട്. അതിന് മെഷീനറി വേണം. നമ്മുടെ കേരളത്തിലാണെങ്കിലും 1-2 സ്ഥലത്തൊക്കെ ഇപ്പോഴും മെഷീനറി ഉള്ളൂ. പിന്നെ എക്സ്പെൻസീവ് ആണ് ആ മെഷീനറിക്ക്. അപ്പം അതുകൊണ്ട് നല്ല മില്ലറ്റുകൾ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് നല്ല മില്ലറ്റുകളാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തും. അതാണ് നമ്മൾ കസ്റ്റമേഴ്സിന് പറയാനുള്ളത്. ഇപ്പം എനിക്കിപ്പം മേടിക്കണം എന്നുണ്ടെങ്കിൽ, മില്ലറ്റ് മാർവലിന്റെ ഒരു പ്രോഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് എവിടെ നിന്നാണ് ഞാൻ മേടിക്കേണ്ടത്? മില്ലറ്റ് മാർവൽ ഞങ്ങളിപ്പോ ഓൺലൈനായിട്ട് അത് ചെയ്യാനുള്ള ഇതുണ്ട്. അതിപ്പോ കുസാറ്റിന് ഞങ്ങൾ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരുന്നല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് തന്നെയായിരുന്നു. അപ്പൊ ആ ട്രെയിനിങ് തന്നെ ഇവിടുത്തെ സംഗീത മാഡത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. മാഡം അത് ആദ്യം ഇത് ശരിക്കും ഒരു സംരംഭകരായിരുന്നു. അതിനകത്തേക്ക് നിലവിൽ സംരംഭകർ ഒത്തിരി വളർന്നവരല്ല, തുടക്കത്തിൽ ഉള്ളവരുണ്ടായിരുന്നു, കുറച്ച് വളർന്നവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ആദ്യം ഇതിന്റെ മെഷീനറീസ് കാര്യങ്ങളാണ് ആദ്യം കൊണ്ട് കാണിച്ചത്. അപ്പം ഇതിന്റെ മെഷീനറി എന്താന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ കുറച്ച് മില്ലറ്റ് ഉപയോഗിച്ചുള്ള പ്രൊഡക്ട്സുകളും അവിടെ ചെയ്തു. അതിനുശേഷം കുസാറ്റിന്റെ ക്യാമ്പസിൽ വെച്ച് തന്നെ വ്യവസായ വകുപ്പുമായിട്ട് ചേർന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു. അത് പുതുതായിട്ട് ഇതിലേക്കൊക്കെ വരുന്നവരെ സംബന്ധിച്ച് ഒത്തിരി നല്ലതായിരുന്നു. കാരണം ഒരു ലൈസൻസ്, നമുക്കറിയാം ഫുഡിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒട്ടേറെ ലൈസൻസുകൾ എടുക്കാനുണ്ട്. അത് ഏറ്റവും ഇപ്പം വ്യവസായ വകുപ്പാണെങ്കിലും ഒത്തിരി നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഏത് രീതിയിൽ പോകണം, എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കിയത്. മില്ലറ്റ് മാർവലിന്റെ ടീമിൽ ആരൊക്കെയാ ഉള്ളത്? മില്ലറ്റ് മാർവലിന്റെ ടീമില് എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ 1-2 പേരുണ്ട്. ചിലര് പുറകിൽ നിന്ന് ഒരു അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയാമായിട്ട് നിന്ന് അവര് കാര്യങ്ങള്, അപ്പൊ അതായത് ഞങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് അപ്പം എവിടെന്നെങ്കിലും ഒരു ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും അത് വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ അത് ഞങ്ങള് ഷെയർ ചെയ്ത് നോക്കും. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടും. അപ്പം ചിലപ്പോൾ ട്രെയിനിങ്ങുകൾ വരും. അപ്പൊ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റത്തില്ല. കൂടുതലും ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ആള് ഞാനാണ്. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പൊ അവരത് പറഞ്ഞു, ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവര് ട്രെയിനിങ് കൂടിയില്ലേ പോലും ആ രീതിയിൽ അവർ എടുക്കും. അപ്പൊ അതിൽ നിന്ന് അത് കോപ്പിംഗ് അല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ ഈ കുക്കീസ് ഒക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെയാണ് ട്രെയിനിങ് കിട്ടിയ ആ ഒരു റെസിപ്പി അല്ല, ഞങ്ങളുടേതായ ഒരു ഇതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മാജിക് ടച്ച് ഉണ്ട്. തീർച്ചയായും. അടിപൊളി. അപ്പം ഇവിടെ ഈ ഒരു പരിപാടിയെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? എനിക്കറിയാം ഒരുപാട് കുറെ നാളായിട്ട് സംഗീത മാമിന്റെ പല പല സ്ഥലങ്ങളിലുള്ള ട്രെയിനിങ്ങിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് തുടക്കം ഒരു ട്രെയിനിങ് ഇവിടെ തൃശ്ശൂർ വെച്ച് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഞാൻ അതിലാണ് ആദ്യത്തെ. അതിനുശേഷം അതിന്റെ ഒരു സെക്കൻഡ് ക്ലാസ് പോലെയായിരുന്നു ഇവിടെ കുസാറ്റിൽ വെച്ചുണ്ടായിരുന്നത്, കപ്പാസിറ്റി ബിൽഡിംഗ്. അപ്പൊ ഈ 2 പ്രോഗ്രാമിലാണ് അവര്. പക്ഷെ സംഗീത മാഡത്തിന് വേറൊരു അതായത് ഈ വന്നവരെല്ലാം പലയിടത്തുനിന്ന് പല സ്റ്റേജിലുള്ളവരാണല്ലോ. അവർക്ക് ശരിക്കും ഒരു പ്രോഗ്രാം, ഇപ്പൊ ഈ ഉയരെ എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെ, കാരണം അവരുണ്ടാക്കിയ പ്രോഡക്ട്സ് ഇതുപോലെ ഒരു വലിയ ക്യാമ്പസിൽ എനിക്ക് 2000 ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഇവിടെ ഉണ്ട് കുസാറ്റില്. അപ്പൊ അതിലൊരു കുട്ടികൾ അതുപോലെ തന്നെയുണ്ട്. അപ്പൊ അത്രയും ഉള്ളൊരു ആൾക്കാരുടെ മുന്നിൽ അത് കൊണ്ടുവരാനുള്ളൊരു അവസരം. പിന്നെ ഇവിടെ വരുമ്പോൾ ഞങ്ങളൊക്കെ 2 ദിവസത്തെ ട്രെയിനിങ് ഇവിടെ താമസിച്ചായിരുന്നു. ശരിക്കും ഇവിടുത്തെ വൈസ് ചാൻസലറും എല്ലാവരും ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ തന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ
ഒരു വീട്ടിൽ വന്ന് താമസിക്കുന്ന പോലെ തന്നെ ഒരു പിന്നെ എനിക്ക് ചോദിക്കേണ്ടത് ഈ ഒരു പ്രോഗ്രാം ഉയരേക്ക് എസ്പെഷ്യലി ഉയരെ വന്നു കഴിഞ്ഞിട്ട് എന്താണ് ഒരു വ്യത്യാസം തോന്നിയത്? ഇപ്പം ബിസിനസിന്റെ കാര്യങ്ങളിലാണേലും മാർക്കറ്റിങ്ങിന്റെ ആണേലും ഏതൊരു മേഖലയിലാണ് അത്യാവശ്യം ഒരു വ്യത്യാസം തോന്നിയത്? കുസാറ്റിന്റെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ആണോ അതോ ഉയരെയാണോ? ഏതെങ്കിലും ഒരു ഇവന്റിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യത്യാസം തോന്നിയത് എന്ത് കാര്യത്തിലാണ്? ഉയരെ എന്ന് പറഞ്ഞ പ്രോഗ്രാം ശരിക്കും സംരംഭരെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. കാരണം നമ്മള് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ വന്നപ്പോൾ നമ്മൾ അതിനുവേണ്ടി നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്തില്ല. ഒരു എക്സിബിഷന് നമ്മള് പ്രൊഡക്ട്സ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നില് നല്ലൊരു ശ്രമമുണ്ട്. അപ്പൊ അതിനുവേണ്ടി എല്ലാരും ഒരു സത്യത്തിൽ ഒരു ഷോപ്പ് നടത്തുന്ന പോലെ തന്നെ ഓരോ കാര്യങ്ങള് പ്ലാൻ ചെയ്ത് നടത്താനുള്ളൊരു എല്ലാവർക്കും അതിനുള്ളൊരു ഇത് അതിനെല്ലാം ലേബലിംഗ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതാ ചോദിച്ചത് എന്തൊക്കെയാണ് ഇപ്പൊ ചിലർ പറഞ്ഞു മാർക്കറ്റിംഗ്, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് അവർ പുതിയതായിട്ട് കേട്ടത്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ പ്രൈസിങ് ആയിരിക്കും, പ്രോഡക്റ്റ് ഇടുന്ന പാക്കേജിങ് ആയിരിക്കും. അങ്ങനെ എന്താണ് സിൽവി മാമിന് പുതിയതായിട്ട് പഠിച്ചു എന്ന് പറയാനായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? കുസാറ്റിലെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, അതായത് നമ്മള് മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം? അതിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമത് അതിന്റെ പാക്കിങ്, അതിന്റെ ലേബലിങ്, അങ്ങനെ അതിന്റെ പ്രൈസിങ്, എല്ലാ കാര്യങ്ങളും. അത് നമുക്കറിയാം തുടക്കത്തിൽ നമ്മള് എളുപ്പത്തിന് പേന കൊണ്ടൊക്കെ എഴുതിയുള്ള രീതിയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇതില് മേഡം ഇങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് വഴി അതായത് ഈ രീതിയിലാണ് നമ്മള് ഒരു വലിയ ബിസിനസ്സുകളൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണുള്ളൊരു തുടങ്ങിയ ഒരാൾക്കും നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഇറക്കണമെങ്കിൽ ഈ വിധത്തിലൊക്കെ അതായത് ഒരു ചട്ടക്കൂടിനുള്ളിൽ തന്നെ ഒന്ന് കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് അതാ ഒറ്റ ഈ ഒരു പ്രോഗ്രാം എല്ലാവർക്കും തന്നെ എനിക്ക് തോന്നുന്നു വന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇതിനകത്ത് ശരിക്കും ചിലര് അടുത്തുള്ളവർക്ക് മാത്രം ഉണ്ടാക്കി ഒരു ലേബലോ ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചില സമയത്ത് നമുക്ക് അതാണ് അത്യാവശ്യം. നമ്മുടെ ഇത് മാർക്കറ്റിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കണമെങ്കിൽ ഏറ്റവും ഒന്നാമത്തെ ആവശ്യം ഈ രീതിയിൽ പ്രോഡക്റ്റ് അതാണ്. മനസ്സിലായി. പിന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ നമ്മൾ പലരുടെയും പ്രൊഡക്ട്സ് നമ്മൾ കാണുമല്ലോ. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അതിന്റെ ലേബലിങ്ങും പാക്കിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഒറ്റ സദസ്സില് ഒറ്റ വേദിയിൽ എല്ലാവരും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നമ്മൾ ഏതൊക്കെയാ സ്വീകരിക്കേണ്ടത്, ഏതൊക്കെയാ തള്ളേണ്ടതെന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടം. മുന്നോട്ടുള്ള വളർച്ച. അപ്പൊ എന്താണ് ഈ ഒരു പരിപാടി കഴിഞ്ഞ് ഉയരെ കഴിഞ്ഞ് തിരിച്ച് തൊടുപുഴയിലോട്ട് പോകുമ്പോ മുന്നോട്ട് എന്താണ് കാണുന്നത്? 1 വർഷമോ 2 വർഷമോ എത്രയായാലും എന്താണ് അടുത്ത ചെയ്യാൻ പോകുന്നത്? ഇല്ല, ഞാൻ ഇപ്പം മില്ലറ്റ്സ്, അതായത് നമ്മൾ മൈദ ഉപയോഗിച്ചുള്ള കുക്കീസാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ മില്ലറ്റ്സ് ഉപയോഗിച്ച് ഇങ്ങനെ കുക്കീസ് ചെയ്യാം എന്നുള്ളത് ശരിക്കും ഒരു കാലഘട്ടത്തിൽ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് എന്തിനാ ഇനി മൈദ ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. അപ്പൊ ഈ കുക്കീസ് നമ്മൾ മാക്സിമം നമുക്ക് ഉണ്ടാക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളതും അതിന്റെ ഗുണമേന്മ നഷ്ടപ്പെടാതെ കൃത്യമായ രീതിയിൽ. ഇത് പിന്നെ ഇതുണ്ട് കേട്ടോ, ഈ മില്ലറ്റ്സിനൊക്കെ ഒരു ലെവൽ കഴിഞ്ഞ്, അതായത് 150 ഡിഗ്രിക്ക് മേലെ ചൂട് ചെല്ലുമ്പം ഹീറ്റ് ആകുമ്പം അതിന്റെ ഘടനയിലൊക്കെ വ്യത്യാസമാണ്. അപ്പൊ ഞങ്ങളുടെ ടെക്നോളജിയിൽ അത് അതിന്റെ ഘടന നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ, അതായത് ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പം ഇതിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ ഇതിനെ എങ്ങനെ കൊണ്ടുപോകണം, അപ്പം ഈ ഗുണങ്ങളുള്ള ഈ മില്ലറ്റ്സ് എങ്ങനെ ആൾക്കാരിൽ എത്തിക്കണം, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അത് അതിനുള്ള ശ്രമങ്ങളാണ് ചെയ്യുന്നത്. ഇനി മുന്നോട്ട് ഇതിനു മുന്നേ വീട്ടമ്മയായിരുന്നോ? ഞാൻ ടെക്നിക്കലി ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. കുറച്ച് നാളൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം കോൺട്രാക്ട് ഇതിലായിരുന്നു. വേറൊരു കരിയർ ആയിരുന്നു അല്ലേ? പക്ഷെ അത് കുറച്ച് നാളൊക്കെ ചെയ്തിരുന്നുള്ളൂ.
പിന്നെ ആദ്യം കുട്ടികൾ കുഞ്ഞായിരുന്നപ്പം ഞാൻ ഒന്നും വേറെ ചെയ്യുന്നില്ലായിരുന്നു. ഇടയ്ക്കാണ് ഞാനിങ്ങനെ പഞ്ചായത്തിലും ബ്ലോക്കിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇത് എനിക്ക് വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ മില്ലറ്റ്സിന്റെ കുറിച്ച് പഠിക്കുന്നതും പിന്നെ അത് വെച്ചുള്ള കുക്കീസ് ഇനി അടുത്ത് എന്ത് ആണ്. ഇപ്പൊ ഞങ്ങളെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നത് കുറച്ച് സീനിയർ ആയിട്ടുള്ളവർക്ക്, അതായത് ചില ഷുഗറും ഒക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് അതാണ് അടുത്ത. അപ്പം ഇനിയും കൂടുതൽ മില്ലറ്റ് മാർവലിന്റെ പുതിയ പ്രോഡക്ട്സ്, പുതിയ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഞങ്ങൾ മാർക്കറ്റിൽ കാണട്ടെ. ഞങ്ങൾക്ക് ഇതേപോലെ എല്ലാവർക്കും കഴിക്കാനായിട്ടുള്ള ബ്രൗണീസ് ആണെങ്കിലും അങ്ങനത്തെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഞങ്ങൾക്ക് വിപണിയിൽ കാണട്ടെ. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ പ്രോഡക്റ്റ് ഞാൻ ഒരു കടയിലോ അല്ലെങ്കിൽ ഒരു ബേക്കറിയിലോ എവിടെയാണ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ അവിടെ എനിക്ക് കാണാൻ അതാണ് എനിക്ക് മില്ലറ്റ് മാർവലിനെ പറ്റി എനിക്ക് ആഗ്രഹമുള്ളത്. അപ്പോൾ അങ്ങനെ ഉയരങ്ങളിൽ എത്തട്ടെ. ആൻഡ് ഇഷ്ടമുള്ള പ്രോഡക്ട്സ്, അതും മനസ്സിൽ നിന്ന് സ്നേഹത്തോടു കൂടി ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് കൂടുതൽ ആൾക്കാർ അറിയാം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻട്രാക്ടിങ്.